ലഹരികൾക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ. അനിൽ മണ്ണത്തൂരിൻ്റെ രചന. ശിലായുഗം മുതൽ മനുഷ്യൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണുന്നു. ദിനം തോറും വളർന്നു വരുന്ന ആധുനിക ലോകത്തിലെ മനുഷ്യർ ഏറെ അപകടകരമായ വിഷവസ്തുക്കളിലേക്ക് എത്തിച്ചേർന്നതായി കാണാം. വായിലൂടെ കഴിക്കുന്നതും മൂക്കിലൂടെ മണക്കുന്നതും കുത്തിവെപ്പിലൂടെ ശിരങ്ങളിലേക്ക് കയറുന്നതുമായ പല രൂപത്തിലാണ് ലഹരിയുടെ ഉപയോഗം. പുകയില, മയക്കുമരുന്ന്, ഇൻഹലൻറ്റുകൾ, ഹാലൂസിനോജനുകൾ എന്നിവ ഉദാഹരണങ്ങൾ. ഇതിൽ കഞ്ചാവ്, മദ്യം, MDMA, LSD, സ്റ്റാം മുതലായവ ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത് കാണുന്നു. മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ഉത്തേജനവും മയക്കവും സൃഷ്ടിക്കാൻ കഴിവുള്ള രാസവസ്തുക്കളെ ആണല്ലോ ലഹരി വസ്തുക്കൾ എന്ന് നാം പറയുന്നത്. പുകയിലയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തു. ആധുനിക മനുഷ്യവർഗത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ വിപത്തായി ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവും മാറിയിരിക്കുന്നു. ആയുധ വിപണി കഴിഞ്ഞാൽ മയക്കുമരുന്ന് വ്യാപാരമാണ് രണ്ടാമതായി കാണുന്നത്. അതായത് പ്രകൃതിവാതക വ്യാപാരത്തേക്കാൾ മയക്കുമരുന്ന് വ്യാപാരം മുൻപന്തിയിലാണ്. 5 വയസ്സുവരെ പാലും 15 വയസ്സുവരെ കൊക്കക്കോളയും 50 വയസ്സുവരെ മദ്യവും പിന്നീട് ഗ്ലൂക്കോസും എന്ന തമാശ ഇവിടെ പറയട്ടെ. മുൻകാലങ്ങളിൽ ജീവൻ രക്ഷാ മരുന്നുകളെയാണ് ഡ്രഗ്സ് കൊണ്ട് വിവക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മയക്കുമരുന്നുകളെയാണ് ഡ്രഗ്സ് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം മൂലം നിരപരാധികളെ കൂട്ടത്തോടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കൊലപ്പെടുത്തിയത് നാം കേട്ടിട്ടുണ്ട്. പള്ളിയിലും പള്ളിക്കൂടങ്ങളിലും മറ്റും കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത നാം ശ്രവിച്ചിട്ടുണ്ട്. സെൽഫ് ഗോളിൻ്റെ പേരിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫുട്ബോൾ താരം എക്സ്കോബറിനെ ഞാൻ ഓർക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലും ഇത്തരം സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. കൊട്ടാരക്കരയിലെ വന്ദന ഡോക്ടർ, അങ്ങനെ എത്രയെത്ര പേർ. കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പില്ലായ്മ, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉന്മാദ മിഥ്യാബോധം, വിഷാദം, ക്ഷീണം എന്നിവ മാറുമെന്ന തെറ്റിദ്ധാരണ, സമപ്രായക്കാരുടെ പ്രേരണ, വിദ്യാർത്ഥികളിൽ അനാവശ്യ മത്സരബുദ്ധി വളർത്തുന്നത്, ഉത്കണ്ഠ, അപകർഷതാബോധം എന്നിവയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ, ഇങ്ങനെയുള്ള പല വാദങ്ങളുമാണ് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ കാരണമായി പറയുന്നത്. പലതരത്തിലുള്ള ലൈംഗിക അരാജകത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ലഹരി മാഫിയ ശ്രമിക്കുന്നു. കുട്ടികളെ ക്രിമിനൽ ലോകത്തിലേക്ക് എത്തിക്കുവാനും ഇവർക്ക് കഴിയുന്നു. മയക്കുമരുന്നിൻ്റെ ഫലമായി മാനസിക വിഭ്രാന്തി, അർബുദം, കരൾ സിറോസിസ്, അങ്ങനെ എത്രയെത്ര രോഗങ്ങൾ. എയ്ഡ്സിൻ്റെ വ്യാപനത്തിന് മയക്കുമരുന്ന് കുത്തിവയ്പ്പ് പ്രധാന കാരണമാണ്. പല കുടുംബങ്ങളുടെയും സാമ്പത്തിക തകർച്ചയ്ക്ക് പ്രധാന ഹേതു മദ്യമാണ്. ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ശേഷം മദ്യവിൽപ്പന വഴിയുള്ള വരുമാനം കേട്ടപ്പോൾ നാം അത്ഭുതപ്പെടാറുണ്ട്. ഒരു ലഹരി വസ്തുവിൻ്റെ ദോഷവശങ്ങൾ അറിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാനോ ചില പ്രത്യേക സ്വഭാവങ്ങളെ നിയന്ത്രിക്കാനോ കഴിയാത്ത പ്രവണതയാണ് ആസക്തി. പലർക്കും ചായ, കാപ്പി, മധുരം തുടങ്ങിയവയൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. ഡോക്ടർമാർ നിയന്ത്രിക്കാൻ പറയുന്ന വസ്തുക്കളോട് ആസക്തി ഏറി വരുന്ന പ്രവണത നാം കാണുന്നുണ്ട്. ആധുനിക സമൂഹത്തിൽ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. മൊബൈൽ കിട്ടാതിരിക്കുമ്പോൾ ചില കുട്ടികളിൽ അക്രമവാസന പ്രകടമാകുന്നു. ചില മൊബൈൽ ഗെയിമുകളുടെ ഫലമായി കുട്ടികൾ ആത്മഹത്യ ചെയ്തതായും കേട്ടിട്ടുണ്ട്. മൊബൈൽ ഫോണിനായി കുട്ടികളിൽ കളവെന്ന ശീലം ഉണ്ടാകുന്നതായി ഒരു മനഃശാസ്ത്രത്തിൽ വായിച്ചു. മൊബൈലിൽ വരുന്ന പല വാർത്തകളും വിശ്വസിച്ച് പല കുടുംബങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടായതായി കേൾക്കുന്നു. ഏതൊരു വസ്തുവിനോടും അമിത ആസക്തി പാടില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പഠനം ഇവിടെ നിർത്തട്ടെ.